ലാലേട്ടന്റെ മുന്നിൽ വെച്ചിട്ട് ജിൻഡോ 2 ടീമിൽപ്പെടുന്ന പവർ ടീമിൽപ്പെടുന്ന റസ്മിനും അതുപോലെ മറ്റൊരു ടീമിൽപ്പെടുന്ന നോറയും ഒന്നിച്ച് കിടക്കുന്നതിനെ കുറിച്ച് കംപ്ലൈന്റ് ചെയ്യുന്നു. ലാലേട്ടൻ പോയതിനു ശേഷം രണ്ടുപേരും ഇത് ചോദ്യം ചെയ്യാനായിട്ട് വരികയാണ്. അപ്പോൾ ജിൻഡോ മുന്നിലേക്ക് വരുന്ന സമയത്ത് നോറ ഒരു കൈ എടുത്ത് വയ്ക്കുന്നു, ഒരു കൈ അകലം പേഴ്സണൽ സ്പേസ് എന്ന് പറയുന്നു. ആ സമയത്ത് ദേഷ്യപ്പെട്ടുകൊണ്ട് റസ്മിൻ ചോദിക്കുന്നുണ്ട്, താനിത് എങ്ങോട്ടാണ് കയറി പോകുന്നത്, ഇയാൾ അവിടെ നില്ല്, പേഴ്സണൽ സ്പേസിനെ മാനിക്കെന്ന് പറഞ്ഞിട്ട് റസ്മിൻ സംസാരിക്കുന്നു. അപ്പോൾ അവിടെ തന്നെ ജിൻഡോ നിൽക്കുകയാണ്. ആ സമയത്ത് ജിൻഡോ സംസാരിച്ചപ്പോൾ ദേഷ്യം വന്നിട്ട് റസ്മിൻ എന്ത് ചെയ്യാണ്, ബാക്കിലേക്കൊന്ന് നടന്നിട്ട് തിരിച്ചു വന്നിട്ട് റസ്മിൻ ഇതേ ജിൻഡോയുടെ പേഴ്സണൽ സ്പേസ് മാനിക്കാതെ കയറി പോകുന്നതാണ് ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നത്. ഇവിടെ റസ്മിൻ ആ ഒരു പേഴ്സണൽ സ്പേസ് വയ്ക്കണമെന്നില്ല, ജിൻഡോ നിൽക്കുന്നിടത്തേക്ക് കയറി വരികയാണ്. അപ്പോൾ ജിൻഡോ എന്ത് ചെയ്തു, ജിൻഡോ ഒരു കൈയെടുത്ത് വെച്ചിട്ട് പറഞ്ഞു പേഴ്സണൽ സ്പേസ് ആണ് എന്ന്. അപ്പോൾ ഉടനെ തന്നെ പൊട്ടിത്തെറിച്ചുകൊണ്ട് റസ്മിൻ പറയാണ്, കൈ മാറ്റടോ അങ്ങോട്ട് എന്ന് പറഞ്ഞുകൊണ്ട് റൈസായിട്ട് കയറുന്നത് എപ്പിസോഡിനകത്ത് നിങ്ങൾ എല്ലാവരും കണ്ടു കാണും. കാണാത്തവർ ലാസ്റ്റ് ഒരു 5 മിനിറ്റ് 6 മിനിറ്റ് കിടക്കെ ഒന്ന് പോയി നോക്കിയാൽ മതി. എപ്പിസോഡ് ഹോട്ട്സ്റ്റാറിൽ എടുത്തിട്ട് അവിടെ കിടപ്പുണ്ട്. അപ്പോൾ ഈ ജിൻഡോ കൈവച്ചത് റസ്മിന് ഒട്ടും ഇഷ്ടപ്പെട്ടിട്ടില്ല. എനിക്ക് തന്നോട് സംസാരിക്കണം. അപ്പോൾ ജിൻഡോ പറയുന്നുണ്ട്, താൻ മാറി നിന്ന് സംസാരിക്കൂ, മാറി നിന്നാടോ സംസാരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് റസ്മിൻ അവിടെ റൈസ് ആവുന്നുണ്ട്. ഞാനിത് പറയാൻ കാരണം ഡബിൾ സ്റ്റാൻഡ് കാണിക്കാൻ വേണ്ടി മാത്രമാണ്. നോറ കൈവയ്ക്കുമ്പോൾ താനിത് എങ്ങോട്ടാണ് കയറിപ്പോണേന്ന് പറഞ്ഞുകൊണ്ട് ജിൻഡോയുടെ മണ്ടയിലേക്ക് കയറുന്നു. എന്നിട്ട് പേഴ്സണൽ സ്പേസിൽ നിൽക്കാനായിട്ട് പറഞ്ഞ് നോറയ്ക്കൊപ്പം നിൽക്കുന്നു. എന്നിട്ട് റസ്മിൻ കയറി വരുമ്പോൾ ജിൻഡോ അതുപോലെ കൈയെടുത്ത് വയ്ക്കുമ്പോൾ കൈയെടുത്ത് മാറ്റടോ എനിക്ക് സംസാരിക്കണമെന്നും പറയുന്നു. ഇത് എന്ത് നിലപാടാണ്? ഈ പേഴ്സണൽ സ്പേസ് എന്ന് പറയുന്നത് ചിലർക്ക് മാത്രമുള്ളതാണോ? എല്ലാവർക്കും ഉണ്ടല്ലോ. ആരും മനഃപൂർവ്വം ആരുടെയും മേത്തോട്ടൊന്നും കയറി വരില്ല. ഒരു അങ്ങോട്ടും ഇങ്ങോട്ടും വാർക്ക് തർക്കം നടക്കുന്ന സമയത്ത് ചിലപ്പോൾ സ്വാഭാവികമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കയറാം. അപ്പോൾ അവിടെ നിന്ന് ഇങ്ങോട്ട് ഈ പേഴ്സണൽ സ്പേസ് അടിച്ച് കൈ നീട്ടി വയ്ക്കുകയാണെങ്കിൽ തിരിച്ചും അങ്ങോട്ട് വയ്ക്കും. അപ്പോൾ തിരിച്ചാരെങ്കിലും അങ്ങോട്ട് വയ്ക്കുമ്പോൾ അവിടെ മുട ഇറക്കല്ല വേണ്ടത്, അവിടെ കിടന്ന് പട്ടി ഷോ ഇറക്കരുത്. ജിൻഡോ ആയതുകൊണ്ട് രക്ഷപ്പെട്ടു എന്ന് വിചാരിച്ചോ? കുറച്ചും കൂടി കാര്യങ്ങൾ ശ്രദ്ധിച്ച് സംസാരിക്കുന്ന ഒരാളാണെങ്കിൽ ഈ ഡബിൾ സ്റ്റാൻഡിനെ പൊളിച്ച് കയ്യിൽ 8 മടക്കി തന്നേനെ, ചേച്ചിമാരുടെ കാറ്റ് പോയനെ.